ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കണേ. നമ്മുടെ നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 കപ്പ് റവയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, 2-3 മിനിറ്റ് തന്നെ മതിയാകുമേ. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിതാ നമ്മുടെ ഈ ഒരു റവയിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം 5 മിനിറ്റ് നേരം നമുക്കിത് ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ഒരു കുഞ്ഞ് മിക്സ് കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയും നെയ്യൊക്കെ ഇല്ലേ, ഇത് ഈ ഒരളവിൽ തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ. ഇതിനെ വെച്ചും കുറച്ച് കൂടുതലായിട്ട് ചേർത്തിയാലും നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനെ വെച്ചും കുറവായിട്ട് ചേർത്ത് കൊടുക്കരുതേ. തേങ്ങയും നെയ്യൊക്കെ ഒരുപാട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറായി വരുന്ന സമയത്ത് കഴിക്കാനായിട്ട് അത്ര രസം ഉണ്ടാവില്ല. നമുക്ക് ഈ തേങ്ങയുടെ ഷെയ്ഡൊക്കെ മാറി വരണവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രുചിയുള്ള പലഹാരമാണ് കേട്ടോ ഇത്. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു പാകാകണ സമയത്ത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കണത് 1/2 കപ്പ് ശർക്കരപ്പൊടിയാണേ. ഇനി നമ്മുടെ ശർക്കരയൊക്കെ പെട്ടെന്നൊന്ന് അലിഞ്ഞു കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് നേരിട്ട് ചേർത്തിയേ. നിങ്ങളെടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച ശേഷം പാനിയാക്കി എടുത്തിട്ട് അരിച്ചിട്ടൊഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയേ. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ റവയും നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞേ. നമ്മുടെ റവയും നമുക്ക് നല്ലപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കണത് നമ്മുടെ തേങ്ങയുടെയും ശർക്കരയുടെയും ആ ഒരു മിക്സില്ലേ, അതാണേ. ഇനി ഇതിലേക്ക് 2 നുള്ളി ഉപ്പും 4 ഈന്തപ്പഴം കണ്ടോ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ സമയം നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർക്കാവേ. ഇനിയിപ്പോൾ ഇതൊന്നും ചേർക്കാതെ നമ്മുടെ ഈ ഒരു തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ് മാത്രം ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കണേ. നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടും അതുപോലെ നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടാനായിട്ടും കുറച്ച് നെയ്യ് ഇങ്ങനെയൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ മാവ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു അളവിലാണ് റവയൊക്കെ എടുക്കണതെങ്കിൽ നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള 9 എണ്ണമാണ് കിട്ടുക. ഇനി നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഈ തട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ നമുക്കിത് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇത്രയും മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നെയ്യൊക്കെ തൂത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുക്കാനായിട്ടും നല്ല എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ റവ കൊണ്ടുള്ള ഈ ഒരു പലഹാരം. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. റവയൊക്കെ വെച്ച് ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്